என்ன வேணும்? அப்பா, இதுக்கு பேரு லெபேரியா. ரொம்ப நாளைக்கு பிறகு இன்றைக்கு தான் செய்தேன். அதான் கொடுத்துட்டு போலாமென்று வந்தேன். அவளுக்கு உடம்பு சரியில்லை. அவ இதெல்லாம் சாப்பிடக்கூடாது. அம்மாவுக்கு உடம்பு சரியில்லைன்னு எனக்கு காலமையே தெரியும். இது உங்களுக்காக தான் கொண்டு வந்த நான். ഈ മൂവിയിലൂടെയാണ് കേട്ടോ ലവേരിയ എന്ന് പറഞ്ഞ ഈ ഒരു ഡിഷ് ഞാൻ പരിചയപ്പെടുന്നത്. അതിൽ കാണുന്ന ആ ഒരു സ്വീറ്റ് ലിറ്റിൽ പാർസൽ ഉണ്ടല്ലോ, അത് ഭയങ്കര യുണീക്ക് ആയിട്ട് തോന്നി. എന്നാൽ നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരെണ്ണം കൂടി ആയിരുന്നു കേട്ടോ. ഇത് ഉണ്ടാക്കുന്നതിനിടയിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് മറന്നുപോയത്. സോ കുക്കിംഗ് ഒന്ന് പോസ് ചെയ്ത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. ശ്രീലങ്കയിലും സൗത്ത് ഇന്ത്യയിലും ഫുഡ്സ് ഒക്കെ, അതായത് റൈസ് ബേസ്ഡ് ഡിഷസ് ഒക്കെ ഏകദേശം സിമിലർ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് ഇടിയപ്പം, ശ്രീലങ്കയില് അവർ കംപ്ലീറ്റ്ലി ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറ്റിയെടുത്തു, ഒരു സ്വീറ്റ് വേർഷൻ ആക്കി എടുത്തു. അതാണ് നമ്മൾ ഈ കാണുന്ന ലവേരിയ. ഈ ഒരു സ്വീറ്റ് സ്നാക്കിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാഫ് മൂൺ ഫോൾഡ് ചെയ്തിട്ടുള്ളതായിരിക്കണം കേട്ടോ. ശ്രീലങ്കയില് ഇതൊരു ടീ ടൈം ട്രീറ്റും അതുപോലെ തന്നെ ലോക്കലി അവൈലബിൾ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ആ ഒരു ഹാഫ് മൂൺ ഷേപ്പ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലാസ്സിൽ ഇറക്കി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസോ ഡീപ് ഫ്രൈയിങ്ങോ ഒന്നുമില്ലാതെ നാച്ചുറൽ ഫ്ലേവേഴ്സിൽ റാപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സോഫ്റ്റ് നൂഡിൽസ് നല്ലതാണ് കേട്ടോ.